ട്രാവൽ വിഷൻ മീഡിയയുടെ മറ്റൊരു മനോഹര വീഡിയോയിലേക്ക് മാന്യ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് മൂന്നാർ മുതൽ മറയൂർ വരെ ചെയ്ത യാത്രയിൽ കണ്ട പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങളാണ്. ശരിക്കും നമ്മൾ മൂന്നാർ വരികയാണെങ്കിൽ ഉദുമൽപേട്ട് റൂട്ടിലുള്ള ഈ മറയൂർ റോഡ്, മൂന്നാറിൽ നിന്നും മറയൂരിൽ നിന്ന് വരെയുള്ള 40 കിലോമീറ്ററുകൾ തേയിലത്തോട്ടങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഹരിതാപമാർന്ന മലനിരകൾ കൊണ്ടും പുൽമേടുകൾ കൊണ്ടും വനപ്രദേശങ്ങൾ കൊണ്ടും ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിരേകുന്ന അനേകം പ്രകൃതി ഒരുക്കിയ ദൃശ്യ വിസ്മയം കൊണ്ട് അവിസ്മരണീയമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു റൂട്ടാണ് ഈ മറയൂർ റൂട്ട്. അപ്പം വീഡിയോയുടെ ദൈർഘ്യം കാരണം 2 പാർട്ടുകളായിട്ടാണ് നമ്മൾ ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കാഴ്ചകളിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഈ പോകുന്ന വഴിയിലെ കണ്ണൻദേവൻ തേയില ഫാക്ടറി, വിശാലമായ തേയിലത്തോട്ടങ്ങൾ, അതുപോലെ വരയാടുകൾക്ക് പ്രസിദ്ധമായ ഇരവികുളം നാഷണൽ പാർക്ക്, പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, മനോഹരിയായി നിൽക്കുന്ന വനപ്രദേശങ്ങൾ, ഇങ്ങനെ മനസ്സിനെ ആകർഷിക്കുന്ന നിരവധി കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ഈ മറയൂർ റൂട്ട്. അപ്പം ഈ മൂന്നാറിൽ നിന്നും 42 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആദ്യം കാടുകൾക്ക് നടുവിലൂടെയും പിന്നീട് കീഴ്ക്കാന്തൂക്കായ മലമ്പാതയിലൂടെയും അതിനു ശേഷം പ്രകൃതി സൗന്ദര്യം വിളിച്ചോതുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയും യാത്ര ചെയ്ത് നമ്മൾ അവസാനം ചന്ദനമരങ്ങൾക്ക് പ്രസിദ്ധമായ മറയൂരിൽ എത്തിച്ചേരും. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ എങ്ങും നമ്മളെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ മൂന്നാറിൽ വന്നാലും ഈ റൂട്ടിലൂടെ വാഹനം ഓടിച്ച് വെറുതെ ഒന്ന് പോയാൽ പോലും അത് മുതലാണ്. കാരണം അത്ര മനോഹരമാണ് ഈ പാതയുടെ ഇരുവശങ്ങളിലുമുള്ള പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന മനോഹര കാഴ്ചകൾ. അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ നമ്മുടെ യാത്ര തുറന്നുകൊണ്ടേയിരിക്കുകയാണ്.
കണ്ണന്തേരൻ ടീ പ്ലാന്റേഷനിലെ ഒരു തേയില ഫാക്ടറിയാണ്. മനോഹരമായ കാഴ്ചകൾ. ഇപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം പോകുമ്പോൾ നമ്മൾ ഇടുക്കിയിലെ നാഷണൽ പാർക്കിൻ്റെ ഗേറ്റ് മുന്നിൽ എത്തിച്ചേരും. തോട്ടങ്ങൾ, ലയങ്ങൾ, അതുപോലെ പ്രകൃതിയുടെ ദൃശ്യശാന്തതയും ദർശിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് മൂന്നാറിൽ നിന്നും 10 കിലോമീറ്റർ യാത്ര ചെയ്തു വരുമ്പോൾ എത്തിച്ചേരുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ ഇരവികുളം നാഷണൽ പാർക്ക്. ഇവിടെ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് ഈ വാഹനത്തിൽ നമ്മളെ ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് കൊണ്ടുപോയി വരയാടുകളുടെ പ്രജനന സ്ഥലവും വരയാടുകളെ കാണാനും പിന്നെ അവിടെ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ ദർശിക്കാനുമെല്ലാം നമുക്ക് കഴിയും. ഇതിന് താഴോട്ട് വരുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നടത്തുന്ന ഒരു ചെറിയ അരുവിയും വെള്ളച്ചാട്ടവും ഉണ്ട്. ഇവിടെ കുളിക്കുന്നതിന് എല്ലാം സൗകര്യമുണ്ട്. ഇവിടെ കൂടുതലും തമിഴന്മാരാണ്, തമിഴ് യാത്രയിലാണ് കുളിക്കുവാൻ വേണ്ടി എത്തിച്ചേരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കാഴ്ചകളെല്ലാം വാഹനത്തിൽ ഇരുന്ന് തന്നെ ദർശിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങി അധിക നേരം നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ടും നമ്മുടെ ലക്ഷ്യസ്ഥാനമായ മറയൂർ ലക്ഷ്യമാക്കി നമ്മുടെ വാഹനം മെല്ലെ യാത്ര തുടർന്നു. പോകുന്ന വഴിക്കെല്ലാം വളരെ ഗംഭീരമായ കാഴ്ചകളാണ് പ്രകൃതി നമുക്കായി കാത്തുവച്ചിരിക്കുന്നത്. അതെല്ലാം കണ്ട് ഈ കുളിർമ ആസ്വദിച്ച് നമ്മൾ വാഹനത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ മഞ്ഞ് വന്ന് കയറിയിട്ട് നമ്മുടെ കാഴ്ചകൾ മറയ്ക്കുന്നുണ്ടായിരുന്നു. വളരെ വളവും തിരിവുമുള്ള കഷ്ടിച്ച് 2 വാഹനങ്ങൾ മാത്രം കടന്നു പോകാൻ കഴിയുന്ന വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് വാഹനം ഓടിച്ചത്. ഇടയ്ക്ക് ഇതുപോലെ നല്ല ദൃശ്യങ്ങളുടെ മനോഹാരിത കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു.
ഇവിടെ തേയിലക്കൊളുന്ത് നുള്ളിയിട്ട് നിൽക്കുന്ന തൊഴിലാളികളെ കാണാം. ഇതുവഴി മൂന്നാറിൽ നിന്നും ഉദുമൽപ്പെട്ട്, പൊള്ളാച്ചി, പഴനി തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് KSRTC ബസ്സുകളും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളും ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളെപ്പോലെ ധാരാളം സഞ്ചാരികൾ ഈ കാഴ്ചകൾ കാണുവാൻ വേണ്ടി സ്വന്തം വാഹനത്തിലും ഇതിലേക്കൂടെ ഇടയ്ക്കിടയ്ക്ക് കടന്നു പോകുന്നുണ്ട്. വളവും തിരിവുമായതിനാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം വാഹനം ഓടിക്കുവാൻ. ഇരുഭാഗത്തും ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകാനിടയുണ്ട്. ചിലപ്പോൾ ആനകളും മറ്റും വഴിയിൽ ഇറങ്ങി നിൽക്കാനും സാധ്യതയുണ്ട്. പകൽ സമയത്തൊക്കെ അപൂർവമാണ്. പക്ഷേ രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ ഇതിലേ പോവുകയാണെങ്കിൽ ആനയൊക്കെ ഇറങ്ങി നിന്ന് യാത്ര തടസ്സപ്പെടാൻ ഉള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ പല പ്രദേശങ്ങളിലും നമ്മൾ ഇറങ്ങി നിന്നപ്പോൾ ആനച്ചൂര് അനുഭവപ്പെട്ടു. അപ്പോൾ ആന ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലം കൂടിയാണിത്. നമ്മൾ വളരെ കെയറായിട്ട് സൂക്ഷിച്ചു വേണം വാഹനം ഓടിച്ച് ഇതുവഴി പോകാൻ. അപ്പം ഇങ്ങനെ ഈ മൂന്നാർ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഈ കാഴ്ചകൾ കണ്ട് മറയൂർ പോയി താമസിക്കാം. അവിടെ നിന്ന് വേണമെങ്കിൽ നമ്മൾ പൊള്ളാച്ചി, വാൽപ്പാറ വഴി, ആതിരപ്പള്ളി വഴി നമുക്ക് ചാലക്കുടി, എറണാകുളം വഴി നമുക്ക് തിരികെ വരുന്ന രീതിയിലും വേണമെങ്കിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഞങ്ങൾ മുൻപ് ഒരിക്കൽ ഇതുപോലെ ആ റൂട്ടിൽ പോയതാണ്. വാൽപ്പാറ റൂട്ടിലൂടെയുള്ള യാത്ര 45 ഹെയർപിൻ വളവുകൾ അടങ്ങുന്ന അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന പ്രകൃതിയുടെ ഒരു വിരുന്നാണ് ഈ പൊള്ളാച്ചി, വാൽപ്പാറ വഴിയുള്ള യാത്ര. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മറയൂരിൽ താമസിച്ചിട്ട് അവിടെ നിന്നും വാഹനത്തിൽ ഇതുവഴി യാത്ര ചെയ്യാവുന്നതാണ്. പിന്നെ പൊള്ളാച്ചിയിൽ പോയെങ്കിൽ വേണമെങ്കിൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതം, അതുപോലെ ഈ പോകുന്ന വഴിക്ക് ചിന്നാർ വന്യജീവി സങ്കേതം, അത് മറയൂർ കഴിഞ്ഞ് പോകണം. പിന്നെ കാന്തല്ലൂരിലെ മറ്റേ നിർമ്മല ഗ്രാമം, പഴക്കൃഷികൾ മുതലായവ പോയി കാണുന്നതിനും മറ്റുമെല്ലാം നമുക്ക് സൗകര്യമുണ്ട്. ഒരു ദിവസം ഇതുവഴി വന്നിട്ട് കഴിയുമെങ്കിൽ മറയൂർ താമസിച്ച് കാഴ്ചകളെല്ലാം ആസ്വദിച്ച് പോകുവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ യാത്രയുടെ അവസാനം മറയൂരിലെ ചന്ദനവനത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ആ ഭാഗം 2ാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 1ാം ഭാഗം കാണുന്നവർ തീർച്ചയായും
രണ്ടാം ഭാഗം കൂടി കണ്ടാൽ മാത്രമേ നമ്മുടെ ഈ യാത്ര പൂർണ്ണമാകുകയുള്ളൂ. ഈ പോയ വഴിയിലുള്ള സീനറി ഒന്നും വിട്ടുകളയാൻ മനസ്സ് അനുവദിക്കാത്തതിനാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടുതലാണ്. ക്ഷമയോടെ കാണുക, ആസ്വദിക്കുക. ഇടയ്ക്ക് കാണുന്ന മനോഹര വ്യൂ പോയിന്റുകളിൽ വാഹനം നിർത്തി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പതുക്കെ പതുക്കെയാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോയത്. ഇവിടെ തേയിലത്തോട്ടങ്ങൾ തീർത്തിരിക്കുന്ന മനോഹര കാഴ്ചകൾ കാണുവാൻ ഇതിലെ വാഹനത്തിൽ പോകുന്നവരെല്ലാം ഇവിടെയൊക്കെ സ്ഥലമുള്ള ഇടങ്ങളിൽ ഇറങ്ങി നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പോകുന്ന വഴിക്ക് മിക്കവാറും സ്ഥലമുള്ളിടങ്ങളിൽ ചെറിയ ചെറിയ ചായയും ചെറുകടികളും കിട്ടുന്ന കടകളുണ്ട്. നമുക്കവിടെ നിർത്തി പിന്നെ റിഫ്രഷ് ചെയ്തിട്ടൊക്കെ പോകാൻ സാധിക്കും.
പോയ വഴികളിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സഞ്ചാരികൾ വാഹനം നിർത്തി ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നത് കാണാമായിരുന്നു. നമ്മളും കുറച്ച് അങ്ങോട്ട് പോയി പിന്നീട് കണ്ട ഒരു മനോഹരമായ വ്യൂ പോയിൻറ്റിൽ വാഹനം നിർത്തി പതുക്കെ ഇവിടുത്തെ കാഴ്ചകൾ കുറച്ചു നേരം കണ്ടു. അതിനുശേഷം നമ്മൾ മെല്ലെ മുന്നോട്ട് നീങ്ങി. തേയിലച്ചെടികളുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് കുറേ സമയം നമ്മൾ ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുകയും ഈ കുളിർകാറ്റിൽ ഈ തേയിലച്ചെടികളെ തഴുകിയെത്തുന്ന കുളിർമയുള്ള കാറ്റിൽ ലയിച്ച് കുറേ നേരം ഇവിടെ ചിലവഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്തു. കുറേ നേരം സമയം ചിലവഴിച്ചതിന് ശേഷമാണ് നമ്മൾ യാത്ര തുടർന്നുള്ള ഭാഗങ്ങൾ രണ്ടാം ഭാഗത്തിൽ ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം തീർച്ചയായി പ്രസിദ്ധീകരിക്കുന്നതാണ്. രണ്ടാം ഭാഗത്തിൽ ആണ് ഇവിടെ മുതൽ മറയൂർ വരെയുള്ള കാഴ്ചകൾ ചിത്രീകരിച്ചിരിക്കുന്നത്. മനം കവരുന്ന മനോഹര കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ കുറേ നേരം ഈ ഭാഗത്ത് ചിലവഴിച്ചു. പുറകിൽ കാണുന്നതെല്ലാം തൊഴിലാളികളുടെ ലയങ്ങളാണ്. അപ്പോൾ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.